വി.എസിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകും. ഇടതുപക്ഷത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ ഇന്ന് അണിചേരുമെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വലിയ ആഘോഷം മാധ്യമങ്ങൾ പൊടിപൊടിക്കുന്നുണ്ട്. ആരാണ് സുരേഷ്? അതെ, വി.എസ്. അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. വി.എസ്. അച്യുതാനന്ദന്റെ ഒപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ കുതുകാൽ വെട്ടിയ ഒരു 9-on-6 ഒറ്റുകാരനാണ് സുരേഷ് എന്ന് ചുരുങ്ങിയ ഭാഷയിൽ പറയാം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും സഖാക്കളോട് ചോദിച്ചാൽ സുരേഷ് അത്ര പ്രിയപ്പെട്ടവനായിരിക്കില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളോട് ചോദിച്ചാൽ സുരേഷ് വളരെ പ്രിയപ്പെട്ടവനാണ്, അദ്ദേഹം മികച്ചൊരു സഖാവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാര്യം എന്തായിരുന്നു? വി.എസിനോടൊപ്പം നിന്ന് പലപ്പോഴും പാർട്ടിയെ ഒറ്റുകൊടുത്ത ഒരു വഞ്ചകനാണ് സുരേഷ്. അതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. ആ പുറത്താക്കിയ നടപടി പുനഃപരിശോധിക്കാനായിട്ട് വൈകും. ഏകദേശം 13 വർഷം മുന്നെയാണ് സുരേഷ് എന്ന പാലക്കാടുള്ള ഒരു നേതാവിനെ മലമ്പുഴ MLA ആയിട്ടുള്ള വി.എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒപ്പം ചേരുന്നത്. വി.എസിനോടുള്ള ആ ബന്ധം വെച്ചിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്ന സന്ദർഭത്തിൽ സുരേഷിനെ കുറിച്ച് ഏത് പാർട്ടിക്കാരെടുത്ത് ചോദിച്ചാലും ഇത്രയും അഹങ്കാരിയും ധിക്കാരിയും ധാർഷ്ട്യക്കാരനായിട്ടുള്ള ഒരാൾ ഉണ്ടാകില്ല. കാര്യം പൊടുന്നനെ ഒരു പദവി കിട്ടിയതാണ്. എന്തായിരുന്നു അതിന്റെ മാനദണ്ഡമെന്ന് ചോദിച്ചാൽ, ചില നേതാക്കന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നുമ്പോൾ ചിലരെയൊക്കെ പൊടുന്നനെ വലിയ ആൾക്കാരാക്കി മാറ്റുമല്ലോ, അവർക്ക് പ്രത്യേക പദവി കിട്ടുമല്ലോ. അങ്ങനെ വഴിവിട്ട രീതിയിലാണ് വി.എസിന്റെ സ്റ്റാഫിലേക്ക് എത്തുന്നത്. വളരെ പെട്ടെന്ന് വി.എസിന്റെ കാര്യങ്ങൾ നോക്കി വി.എസിനെ കൊണ്ട് പാർട്ടിക്കെതിരെ സംസാരിപ്പിക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും പാർട്ടിയെ സംബന്ധിച്ചുള്ള പല രഹസ്യ ചർച്ചകളും മാധ്യമങ്ങൾക്ക് വാർത്തയാക്കി കൊടുത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കിടയിലെ വലിയ സ്വീകാര്യനായി മാറി. അങ്ങനെ ചെയ്തൊരു വ്യക്തി ആ പ്രവൃത്തിക്ക് പാർട്ടി നടപടി നേരിട്ടു. ആ നടപടി നേരിട്ടപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് കേട്ടെ. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. എപ്പോഴും MN വിജയൻ മാഷ് പറയുന്നത്, ഈ പാർട്ടിക്ക് മൂല്യച്യുതി സംഭവിച്ചാൽ പാർട്ടി ഉണ്ടാവും, പക്ഷെ കൂടെ ജനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോ യാത്രയിൽ ചേരുമ്പോഴും പറയാനുള്ളത്. തീർച്ചയായിട്ടും പാർട്ടി ഉണ്ടാവണം. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം. അത് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരൊപ്പമാണ് ഞാൻ. അതിന് പാർട്ടി ഉണ്ടാകണമെങ്കിൽ 3-ാം വട്ടം ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ പാർട്ടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അല്ല, അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് ഈ പാർട്ടി ഇവിടെ മൂല്യത്തോടുകൂടി നിലനിൽക്കും എന്നുള്ളതാണ്. അവഗണനയാണത്രേ. ഇതുപോലുള്ള വേസ്റ്റ് നേതാക്കന്മാരാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ അപമാനം ഈ നാട്ടിൽ സൃഷ്ടിച്ചത്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഈ നാട്ടിൽ സ്വന്തം സ്പേസ് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്ത് സ്വന്തം നിലയ്ക്ക് അവരുടെ പ്രിയപ്പെട്ടവനായി ഇങ്ങനെ വാഴ്ത്തുപാട്ടുകൾ അവരെ കൊണ്ട് പാടിക്കുന്ന ഒരു വ്യക്തിയായി. കേരളത്തിലെ മാധ്യമങ്ങളുടെ രീതി അനുസരിച്ചാണെങ്കിൽ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നവർ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവർ അവരുടെ ഹീറോകളാണ്. അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സുരേഷിനെ അവരുടെ ഹീറോയിസ്റ്റിക് പട്ടികയിൽപ്പെടുത്തിയത്. വി.എസിനൊപ്പം നിന്ന് പാർട്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വാർത്തകൾ ചോർത്തിക്കൊടുത്തുകൊണ്ടും വി.എസിനെ സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പൊടിപ്പും തൊങ്ങലും ചേർത്ത് എഴുതി പ്രചരിപ്പിച്ച് മാധ്യമങ്ങളുടെ കയ്യടി നേടി അവരുടെ ജനപ്രിയനായി മാറിയ വ്യക്തി ഈ പാർട്ടി വിട്ടു പോകുന്നെങ്കിൽ അതിനെയൊക്കെ അങ്ങ് വിടേണ്ടത് തന്നെയാണ്. വി.എസിനൊപ്പം നടന്നിട്ടുണ്ട് എന്ന ലേബലിൽ കേരളത്തിൽ കുറെ ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങൾ ഇന്നുമുണ്ട്. ഷാജഹാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഖില ലോക വിടുവായൻ. ഇയാളെപ്പോലൊരു വ്യക്തിയാണോ വി.എസ് കൊണ്ടു നടന്നതെന്ന് തോന്നും. പിന്നീട് മറ്റൊരാൾ, ഏഷ്യാനെറ്റിലെ സ്ഥിരം ചർച്ചക്കാരനും വിനു വി ജോൺ കണ്ടെത്തിയ ജോസഫ് സി മാത്യു എന്ന ക്രിസംഗി. ഇങ്ങനെ പലരും വി.എസിന്റെ ലേബലിൽ ഇന്നിപ്പോ പാർട്ടിക്കെതിരെ ചാനലുകൾക്കകത്തിരുന്ന് നല്ല കമ്മ്യൂണിസ്റ്റായി കുരച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരാൾ, ഈ ലെഗസി വെച്ചിട്ട് മലമ്പുഴയിൽ മത്സരിക്കാൻ ആളില്ല, വി.എസിന്റെ സ്വന്തം ആൾ. വി.എസ് ഒരു കാലത്തും ഇയാളെ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടി പുറത്താക്കിയപ്പോൾ വി.എസ് സംരക്ഷിക്കാനും തയ്യാറായിട്ടില്ല. കാര്യം തന്റെ കൂടെ നിന്ന് കുതുകാൽ വെട്ടിയവനാണ് സുരേഷ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി. മാധ്യമങ്ങളുടെ കൈയടിക്ക് വേണ്ടി വി.എസിന്റെ തണൽ പറ്റി നിന്ന് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കിയ വ്യക്തി ഈ പാർട്ടി വിട്ടു പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന് തന്നെ കരുതണം. ഇനി എത്ര വലിയ വ്യക്തിയാണെങ്കിലും പ്രസ്ഥാനത്തോട് നെറുകേട് കാട്ടിയതിനു ശേഷം
അതിനെ ഒറ്റുകൊടുത്തതിന് ശേഷം പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ അതിന് എത്ര കാലമെന്നില്ല. ആദർശമുള്ള വ്യക്തിയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അതിൽ ഉറച്ചു നിൽക്കും. അധികാരമോഹമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അവിടെ അദ്ദേഹത്തിന് ഏക തണലായിട്ടുള്ള അഡ്രസ് വി എസിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വി എസിനെ വിറ്റ് തിന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് എ സുരേഷ് എന്ന വ്യക്തിയുടെ ക്വാളിറ്റി. അതുകൊണ്ട് അത്തരം മാറാലകൾ അടിച്ചു കളയുന്നത് ഈ പ്രസ്ഥാനത്തിന് കൂടി നല്ലതാണ്. ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇത്തരം കെടുതികൾ ഒഴിഞ്ഞു പോകുന്നത് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ നവീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് UDFന്റെ ഭാഗമാകാൻ പോകുന്ന എ സുരേഷിന് ഒരു ടാറ്റ കൊടുത്ത് വിടാൻ സഖാക്കൾ തയ്യാറാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.